എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൂത്രത്തിലൂടെ ശുക്ലം പോകുന്ന ഒരവസ്ഥ, റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നിട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുണ്ടാവുന്ന ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പലപ്പോഴും ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെ പറ്റിയിട്ട് വീഡിയോസുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെക്ഷൽ മെഡിസിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ആളുകൾ പലപ്പോഴും കരുതാറുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കരുതാറുള്ളത് അതിനൊരു പോസിറ്റീവ് അവെയർനെസ് ആയിട്ട് കൊടുക്കുക എന്നതിലുപരി തന്നെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവെയർനെസ് എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാറുള്ളത്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂത്രത്തിലൂടെ ശുക്ലം പോകുന്ന ഒരവസ്ഥ. പലപ്പോഴും പല പുരുഷന്മാരും ഇന്ന് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മൂത്രത്തിലൂടെ ശുക്ലം പോവുക എന്നുള്ളൊരവസ്ഥ. അതായത് സ്ഖലനത്തിന് ശേഷം, അതായത് സെക്ഷലി ബന്ധപ്പെട്ടതിന് ശേഷം ശുക്ലം മൂത്രത്തിൽ കൂടെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. പലപ്പോഴും ഇത് തുറന്ന് പറയാൻ മടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും സ്ഖലന സമയത്ത് ശുക്ലം പുറത്ത് പോകാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പലപ്പോഴും ഇത് അവർ പുറത്ത് പറയാൻ മടിക്കുന്നത് പോലെ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ്, അവയെ നമ്മൾക്ക് എങ്ങനെയൊക്കെ മറികടക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം. എങ്ങനെയാണ് സ്ഖലനം സംഭവിക്കുന്നത്? സാധാരണയായിട്ട് സ്ഖലനം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശുക്ലം മൂത്രനാളിയിലേക്ക് പ്രവേശിക്കുകയും അതിൽ കൂടെ തന്നെ ഇജാക്കുലേറ്റ് ചെയ്യുകയുമാണ് സാധാരണ ആവാറുള്ളത്. ഈ സമയത്ത് മൂത്രാശയത്തിനകത്തുള്ള ബ്ലാഡർ നെക്ക് മസിൽസ് മുറുകി പേശികൾ ടൈറ്റ് ആവുന്നത് മൂലം തന്നെ അത് ബ്ലാഡറിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉള്ള വ്യക്തികളിൽ ആ പേശികൾ ലൂസാവുകയും അത് മൂത്രാശയത്തിനകത്ത് ഈ ശുക്ലം പ്രവേശിക്കുകയും അതുമൂലം തന്നെ നമ്മുടെ മൂത്രത്തോടൊപ്പം ഇത്തരത്തിലുള്ള ശുക്ലം പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. ഇനി ഇത്തരത്തിൽ ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ ശുക്ലം വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് സർജറിയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് ഉണ്ടാവാറുള്ളത്. മറ്റൊന്ന് അൺകൺട്രോൾ ആയിട്ടുള്ള പ്രമേഹം. ഇത്തരത്തിൽ പ്രമേഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാഡീകോശങ്ങളെയും ഞരമ്പുകളെയൊക്കെ ക്ഷയിപ്പിക്കുന്നത് മൂലം തന്നെ ആ ഭാഗത്തേക്കുള്ള പേശികളിലുള്ള ബലക്ഷയം ഉണ്ടാകുന്നത് മൂലവും ഇത്തരത്തിലുണ്ടാകാം. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നത്, പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന ചില മെഡിക്കേഷൻസ് ഇത്തരത്തിലുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില സൈക്യാട്രിക് ഡ്രഗ്സുകൾ കഴിക്കുന്ന വ്യക്തികളിലും ഇത്തരത്തിൽ ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഉയർന്ന രക്തസ്രാവത്തിന്, അതായത് ഉയർന്ന ബി പിക്കൊക്കെയുള്ള സ്ഥിരമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളിലും ഇത്തരത്തിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാഡീരോഗങ്ങൾ ഇതിനൊരു മറ്റൊരു റീസൺ ആവാറുണ്ട്. നമ്മുടെ സ്പൈനൽ കോഡിനുണ്ടാവുന്ന ഇഞ്ചറികൾ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇത്തരത്തിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ജന്മഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫോമിറ്റീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻസ് ആണ് ഉണ്ടാകാറുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ മൂത്രം മങ്ങിയ കളറിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ കാണപ്പെടുന്നത് ആണ് ഒരു ലക്ഷണം. അതുപോലെ തന്നെ ശുക്ലത്തിൻ്റെ അളവ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുക. അതുപോലെ മറ്റൊന്ന് വെച്ചാൽ ഈ സ്ഖലന സമയത്ത്, അതായത് ഉദ്ധരിച്ചിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒട്ടും സ്ഖലനം നടക്കാത്തൊരവസ്ഥ, ഡ്രൈ ഓർഗാസ്മിക് ഫീലിങ്സ് ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ഒന്നാണ്, ഇത്തരത്തിൽ ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതിന് നമുക്ക് ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ അവരിൽ ഉണ്ടാവുന്ന ഈ ശുക്ല പുറത്തേക്ക് വരാത്തതിനാൽ തന്നെ, അത് നമ്മുടെ ബർത്ത് കനാലിലോ അല്ലെങ്കിൽ ബർത്ത് കനാലിൽ എത്താത്തതിനാൽ തന്നെ അവരിലൊരു ഇൻഫെർട്ടിലിറ്റി കൂടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഗർഭധാരണത്തിനുള്ള ചാൻസസ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുക എന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നമുക്കൊരു മൂത്രത്തിൽ കൂടെ ശുക്ലം പോകുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയാണ് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റുകൾ വഴി അത് കണ്ടെത്തുക എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുക, ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററികൾ എടുക്കാവുന്നതാണ്. മെഡിക്കൽ ഹിസ്റ്ററി, മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. മറ്റൊന്ന് നമുക്ക് പോസ്റ്റ് ഇജാക്കുലേറ്ററി യൂറിൻ ടെസ്റ്റാണ് ഇതിനായിട്ട് ചെയ്യാറുള്ളത്. അതിനകത്ത് നമ്മൾക്ക് ഈ ടെസ്റ്റിനകത്ത് നമ്മൾ മൂത്രത്തിൽ കൂടെ നോക്കുമ്പോൾ സ്പെമറ്റോസോവ, അതായത് ശുക്ലത്തിൻ്റെ അളവ് അതുപോലെ തന്നെ ബീജത്തിനെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഈ ടെസ്റ്റിൽ കൂടെ കണ്ടെത്താൻ പറ്റുന്നതാണ്.
അപ്പം അതിൽ കൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കുന്നതാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഈ പേഷ്യൻ്റ് ഉണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത്തരത്തിലൊരു റിട്രോഗ്രേഡ് ഇജാക്കുലേഷനുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുക എന്നും അതിന് എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ രോഗത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ഇതുണ്ടാവാനുള്ള ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ മൂത്രത്തിൽ കൂടെ ശുക്ലം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അത് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സർജറിക്ക് ശേഷമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിച്ചതിന് ശേഷമാണോ എന്നുള്ളൊരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹം നിയന്ത്രിതമായിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. പ്രമേഹം നിയന്ത്രിതമല്ലാത്ത പ്രമേഹങ്ങൾ ഇത്തരത്തിലുള്ള പേശികൾക്ക് ക്ഷതം ഏൽക്കുകയും ആ ഭാഗങ്ങളിൽ കൂടെ തന്നെ ബ്ലാഡർ നെക്കുകളുടെ പ്രവർത്തനം പ്രോപ്പർ ആവാതിരിക്കുകയും റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതൊക്കെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻസ് ഉള്ള ഒരു വ്യക്തികളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പെൽവിക് ഫ്ലോർ മസിൽസുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ, കീഗൽ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. അത് റിട്രോഗ്രേഡ് ഇജാക്കുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഉദാഹരണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം സ്ഥിരമായിട്ടുള്ള ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, നമ്മുടെ അമിത വെയിറ്റ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ ഭാരം നന്നായിട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് പ്രോപ്പർ BMIയിലാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ടുള്ള വ്യായാമം 30 മുതൽ 45 മിനിറ്റ് വരെ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റീസണാണ്. അതുപോലെ തന്നെയാണ് മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ധ്യാനം അതുപോലെ തന്നെ യോഗ പോലെയുള്ളവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇത്തരത്തിലൊക്കെ ഒരു ഇഷ്യൂസുകളുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പഴങ്ങൾ, പച്ചക്കറികൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നട്ട്സിന് അകത്ത് തന്നെ വാൾനട്ട്, ബദാം തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവയൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഭാഗങ്ങളിലുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മതിയായിട്ട് അളവിലുള്ള പ്രോട്ടീൻസുകൾ നമ്മൾ കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയല്ല. പക്ഷേ എപ്പോഴും നമ്മൾ അത്തരത്തിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കായി ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് മൂലമാണ് ഞങ്ങൾ രോഗികൾക്ക് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.